സർപ്പത്തിൻ്റെതിനേക്കാൾ മാരകമായ വിഷമില്ല. ശത്രുവിനേക്കാൾ തീക്ഷ്ണതയേറിയ ക്രോധവുമില്ല. ദുഷ്ടയായ ഭാര്യയോടൊത്തു ജീവിക്കുന്നതിനേക്കാൾ അഭികാമ്യം സിംഹത്തിൻ്റെയോ വ്യാളിയുടെയോ വസിക്കുന്നതാണ്. ഭാര്യയുടെ ദുഷ്ടത അവളുടെ രൂപം കെടുത്തുന്നു. അവളുടെ മുഖം കരടിയുടേതുപോലെ ഇരുളുന്നു. അവളുടെ ഭർത്താവ് അയൽക്കാരോട് കൂടെ ഭക്ഷണം കഴിക്കുന്നു. വേദനാപൂർണമായ നെടുവീർപ്പ് അടക്കാൻ അവന് കഴിയുന്നില്ല. ഭാര്യയുടെ അകൃത്യങ്ങൾ താരതമ്യപ്പെടുത്തുമ്പോൾ മറ്റെന്തും നിസ്സാരമാണ്. പാപികളുടെ വിധി അവളുടെ മേൽ പതിക്കട്ടെ. വൃദ്ധൻ മണൽ കുന്നു കയറുന്നതുപോലെയാണ് ശാന്തനായ ഭർത്താവ് വായാടിയായ ഭാര്യയുടെ കൂടെ ജീവിക്കുന്നത്. സ്ത്രീയുടെ സൗന്ദര്യത്തിൽ കുടുങ്ങിപ്പോകരുത്. ധനത്തിനു വേണ്ടി അവളെ മോഹിക്കരുത്. ഭാര്യയുടെ ധനത്തിൽ ആശ്രയിച്ചു കഴിയുന്ന ഭർത്താവിന് കോപവും നിന്ദയും അപകീർത്തിയും ഫലം. ദുഷ്ടയായ ഭാര്യയാണ് ഇടിഞ്ഞ മനസ്ഥിതിക്കു മ്ലാനമുഖത്തിനും വ്രണിതഹൃദയത്തിനും കാരണം. ഭർത്താവിനെ പ്രീതിപ്പെടുത്താത്ത ഭാര്യ ഭർത്താവിൻ്റെ കൈകൾക്കു തളർച്ചയും കാലുകൾക്ക് ദൗർബല്യവും വരുത്തുന്നു. ഒരു സ്ത്രീയാണ് പാപം തുടങ്ങി വെച്ചത്. അവൾ നിമിത്തം നാമെല്ലാവരും മരിക്കുന്നു.